അപ്പാർട്ട്മെന്റ് അവിടെ പോണം. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഒരു കൊച്ചുള്ള വീടായത്. നോക്കണം നിങ്ങൾ. ഇതെല്ലാം ഞാൻ തന്നെ എന്റെ കൈ തന്നെ വേണ്ടേ വരാൻ. ഇത് വേണ്ടോ ഇതെല്ലാം വായിച്ചിരുന്നാ പോരെ. ഒരു ചായ 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 ആരാണോ ചായ തരാം. മിണ്ടാതിരിക്കുന്നു ചായ ചായടി ചായ കൊണ്ട് രാവിലെ കൊടുത്തു കഴിഞ്ഞപ്പോ എറിയുന്നു. ഇങ്ങനെയുണ്ടോ അമ്മമാര്? കുറച്ചുകൂടി ഒരു മര്യാദക്ക് പെരുമാറും. നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഞങ്ങളും കടന്നു വന്നത്. എങ്ങനെ നേരം വെളുത്ത് രാവിലെ 5 മണിയാകുമ്പോ എഴുന്നേക്കണായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വന്ന കാലത്ത് ഞാൻ രാവിലെ എണീക്കുന്നൊക്കെ തോണ്ടല് മാത്രം അത്യാവശ്യം ജീവിതത്തിൽ അത്യന്താപേക്ഷിതോ ഫോൺ ശരിയാ. അതുകൊണ്ട് ഇന്ന് കുറവായി കാണുന്നത്. വഴി പിഴച്ച് പോകുന്ന അതുകൊണ്ട് തന്നെയാ. അതൊക്കെ തോന്നലാന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാലോ കുറച്ച് പഠിപ്പ് വിവരവും ഒക്കെ ഇച്ചിരി കൂടുതലാ. പണ്ടത്തെ പോലെ ഒന്നും അല്ല. ശരിയാ, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാ. പക്ഷെ ഞങ്ങളുടെയൊക്കെ മക്കളെ വളർത്തിയത് നല്ല രീതിയിലായിരുന്നു. ഇനിയിപ്പോ നിന്റെയൊക്കെ മക്കളെ എങ്ങനെയാ വളർത്തുന്ന? എന്റെ ദൈവമേ, എന്നും ഞാനത് കേട്ട് മടുത്തു. സുഹൃത്തേപം നേരം വെളുക്കുമ്പോ തുടങ്ങും. ഞാനാണെങ്കിൽ ഒരു ചായ വരെ കുടിച്ചിട്ടില്ല. ചായ കൊണ്ട് എറിഞ്ഞു കളഞ്ഞു. ഇതൊക്കെ അഹങ്കാരമല്ലേ? ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല. എന്റെ ഒരു കെട്ടിയനാണെങ്കിലോ UK പോയി കിടക്കുന്നുണ്ട്. ചായ കുടിച്ചാ പോലെ. എന്റെ കൊച്ച് അറിവും വിദ്യാഭ്യാസവും കുറച്ച് പ്രായമൊക്കെ ആയതാ. അവൾക്കറിയാം അവളുടെ കാര്യങ്ങൾ. തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാലത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊന്നും ഇല്ലായിരുന്നു. അമ്മേ അമ്മേ ചായൊന്നും ഇല്ലേ? ആ മോളെ നല്ല ചൂടോടെയാണ്. നിറച്ച് ഹോർലിക്സ് നന്നായിട്ട് കുടിക്കണം കേട്ടോ എന്റെ കൊച്ച്. എടി രാവിലെ ഒന്ന് നിനക്ക് ഇതൊക്കെ എടുത്ത് കുടിച്ചൂടെ? ആ അമ്മച്ചിക്കെങ്കിലും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചൂടെ? രാവിലെ എന്നെ എന്തെല്ലാം പറഞ്ഞറിയാമോ? അമ്മച്ചിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടി കുടിച്ചുകൂടെ അമ്മച്ചി? അമ്മച്ചിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനായിരുന്നു? ഹോർലിക്സ് ഇല്ലല്ലോ. ഹോർലിക്സ് മോളെ വേണോ? പ്രായമായെങ്കിലും അത് യാതൊരു കുഴപ്പമില്ല. ഓർമ്മിച്ചൊക്കെ നിങ്ങളെ പോലുള്ള ഒരു കുറ്റാൻ മതി. ഹെൽത്ത് എറിയുന്നൊക്കെ സൗണ്ട് ആയിട്ടല്ലോ. ചായ ആടുമ്പോ കൊതി വരുന്നുണ്ടാവും. ഓ ഇല്ല, ഒരു കൊതിയില്ല ചായ. അമ്മേ ഞാൻ പോന്നേ. അവര് വന്നു. ബിന്ദു എടി ബിന്ദു. ചൂടിലാടി. ഇത്രേ നേരം മകളായിരുന്നു. അവള് പോയി ഒരു വണ്ടി വന്നിട്ട്. നീയിപ്പം കൂട്ടുകാരത്തിയായി. നീയും പോകും. ഞാനൊന്ന് ബിന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാ. പൊക്കോ പെട്ടെന്ന് പോകണം. ബിന്ദു ഞാനിപ്പോ പള്ളി പോയിട്ട് വന്നതേ ഉള്ളൂ. ബിന്ദു നിനക്ക് പള്ളിപ്പോക്ക് കേട്ടല്ലേ? എനിക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു സൺഡേ അന്നല്ല. ഇത് ആകെ ഒരു ശിവജനെ കാണാനും നമ്മൾ എത്ര പേരെ പള്ളി പോയിട്ട് എന്താണ് വിശേഷം? അല്ല ഇവിടെ കഴിഞ്ഞ ആഴ്ച എന്നോട് എന്തോ പരാതി പറഞ്ഞായിരുന്നേ. എടി നീ എവിടെയായിരുന്നു? ഭയങ്കര ബിസിയായിരുന്നു അല്ലേ? അമ്മയെ കാണുന്നൊന്നും ചിന്തയൊന്നും നിനക്കില്ലല്ലോ. ഇല്ല, ചേട്ടന്റെ അമ്മയും അപ്പനും അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ അമ്മേനെ കാണാൻ സുഖം തന്നെ. ആണോ? എന്തിനാടി പള്ളി വരാത്തനാടി അല്ലെങ്കിൽ നമ്മുടെ വികാരത്തിന് ഇച്ചിരി കൂടുതല. പിള്ളേരുടെ കാര്യത്തിലാണ് ഒന്നും പറയണ്ട. വേദപാഠമാണെങ്കിൽ ഇതുപോലെ എല്ലാ പരിപാടികളിലും അവള് കൂടി അച്ഛൻ പറഞ്ഞോടി ഞാൻ വരുന്നു. വന്ന് പറഞ്ഞേ.
ഈ അച്ഛൻ എല്ലാവരും എന്തിനാ നിങ്ങൾ നോക്കുന്നേ? കാര്യം നോക്കിയാ പറയാം. നമ്മളെ പോലുള്ള തൊണ്ടികളുടെ കാര്യം അന്വേഷിക്കുന്ന ആവശ്യമൊക്കെയുണ്ടോ? എന്നെ കുർബാനക്ക് കൊണ്ടുപോയേ അടങ്ങൂ. എന്തിനാണ് ഈ കുർബാന? കൊറേ നേരം എന്നാടി വിശേഷം? അമ്മച്ചി എന്റെ അമ്മായിയമ്മ തലേനെ കൊറേ കുറ്റം പറയാനുണ്ട്. ഹലോ, മിന്നുവിന്റെ അമ്മയല്ലേ? അതേലോ, മിന്നുന്റെ അമ്മയാണല്ലോ. നിങ്ങളുടെ മകളെ എവിടെ? എന്റെ മോള് വേദപാഠത്തിന് പോയിരിക്കല്ലേ, പള്ളിയില് അയലൂര്. വേദപാഠത്തിന് പോയിരിക്കുകയാണോ? നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? എന്റെ ഭർത്താവ് UK-ലാന്നേ. നിങ്ങളുടെ മകളെ വേദപാഠത്തിനൊന്നും പോയതല്ല. 2-3 ആഴ്ചയായിട്ട് മറൈൻ ഡ്രൈവിൽ കുറച്ച് കൂട്ടുകാരും കറങ്ങി നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആളെ തെറ്റിയതാണ് മിസ്റ്റർ. എന്റെ മകൾ അത്രക്കാരിയൊന്നുമല്ല. എനിക്ക് നല്ല വിശ്വാസമാണ്. ഐ എം വെരി കോൺഫിഡന്റ്. അതാ കുഴപ്പം. മക്കള് പറയുന്നത് 100% കാരണന്മാര് വിശ്വസിക്കും. നിങ്ങളുടെ മകളെ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഞങ്ങള് ഒരു മയക്കുമരുന്ന് സംഘത്തിന്റെ കൂടെ പിടികൂടി. എന്റെ മിന്നുവിനോ? നോ നോ, ഇംപോസിബിൾ. അത് ഞങ്ങൾ കുറെ നാളായി വാച്ച് ചെയ്തുകൊണ്ടാണ്. എന്റെ മിന്നുവിനോ? സത്യമായിട്ടും നിങ്ങൾ ഇന്നലെ തന്നെ. എന്റെ മിന്നുവിനോ? ഹലോ, നിങ്ങൾക്ക് ആള് മാറിയതാന്നേ? ആള് മാറിയതൊന്നുമില്ല. അല്ല, എന്റെ കൊച്ചല്ല. എന്റെ കൊച്ചു അങ്ങനെ ചെയ്യുന്നേ ഇല്ല. എന്തായാലും ഞങ്ങള് അവളെ അപകടത്തിൽ പെടാതെ അവർ രക്ഷപ്പെട്ടു. മയക്കുമരുന്ന് ഗ്യാങ്ങിനെയൊക്കെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിരപരാധികളാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ഇരുത്തി എല്ലാവരെയും ഒരു കാരണവന്മാരെ വിളിച്ചു വിട്ടു. അവളുടെ പപ്പ വരാത്തത് കൊണ്ട് ഒരാളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ കൊച്ചു വേഗമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ് എല്ലാവരും. എന്റെ കൊച്ചിന് ഞാൻ എന്ത് കുറവായിരുന്നു? ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ എല്ലാം കൊടുക്കുന്നു. ചേച്ചിക്ക് വേറെ ഫോണാണ് കേറി. ഞാൻ എങ്ങനെ ഇത് സഹിക്കും? എന്റെ കെട്ടിയനോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അങ്ങേർക്ക് അവിടെ UK പോയി കിടന്നാ പോരെ? ഞാനാണെങ്കിലോ എന്റെ കൊച്ചിനെ മുഴുവൻ ഞാൻ വളർത്തണ്ടേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, വിഷമം എനിക്കറിയാം. എന്റെ ഈ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് നിങ്ങൾ അറിയണം. ഈ കുടുംബം നശിപ്പിക്കുന്ന സാധനം ഇപ്പൊ രണ്ടാമത്തെ ഇപ്പഴിങ്ങനെ ഇങ്ങനെ പറയാതെ എന്റെ അവസ്ഥ അങ്ങനെ പറയരുതേ. കുറവെന്ന് കൊച്ചിന് പറ്റി എന്റെ 2 മക്കളെ കണ്ടുപിടിക്കണി. അവള് നന്നായിട്ട് അമ്മച്ചീനെ കണ്ടാ മതി. അമ്മച്ചി അങ്ങനെ പറയരുത്. ഒരമ്മമാരും ഒരു മക്കളും മോശമായി പോകരുതെന്ന് വിചാരിക്കുകയില്ല. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും വേറെ ആയിട്ട് തരരുത്. ഒരേപോലെ കണക്കാക്കി വിദ്യാഭ്യാസയ്ക്ക് കൊണ്ട് നന്നായി മക്കളെ വളർത്താനുള്ള കടമ അതുപോലെ ചെയ്യാം. ഇന്ന് ഈ ലോകത്ത് എല്ലാ തലമുറയിലും പെട്ട കുറേ കുഞ്ഞുങ്ങൾ അനാഥമായിട്ടും മോശമായ രീതിയിൽ നടക്കുന്നുണ്ട്. അവരെ എല്ലാം വളർത്താനും നന്നായി പറഞ്ഞു കൊടുക്കാനും എല്ലാവർക്കും കടമയുണ്ട്. അത് ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അതിനുള്ള കടമയുണ്ട്. പഴയ കാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയപ്പോൾ 8-10 മക്കളെ വളർത്തി. അന്ന് കാക്കയ്ക്കോ കരുത്തിനോ കൊടുക്കാതെ നല്ല മാതൃകകൾ പറഞ്ഞു കൊടുത്തും പട്ടിണിയിലും വിശപ്പിലും അറിയിച്ച് വളർത്തി. നല്ല മാതൃകകൾ പറഞ്ഞു കൊടുത്ത് ഒരാൾ പോലും മോശമാകാത്ത രീതിയിൽ വളർത്തിയിട്ടു. ഇന്നിപ്പോൾ ആര് പറഞ്ഞാലും അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത മക്കളെ. എങ്കിലും നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ മക്കളായ പട്ടത്തെ
മാതാവിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ടീച്ചറെ നേരെ ടീച്ചറെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ആ സിസ്റ്റർ ഇല്ലേ ലിജി സിസ്റ്റർ, ആ മാതൃവേദിയുടെ സിസ്റ്റർ, CMCയുടെ സിസ്റ്റർ ക്ലാസ് ഒക്കെ വെച്ചായിരുന്നു, ബെൻസി സിസ്റ്ററിന്റെ. പിന്നെ അന്ത്യാകുളത്ത് ആ ഡോക്ടർ അരുണിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, മക്കളെ എങ്ങനെ വളർത്താം, ജീവിതത്തിലെ വെല്ലുവിളികൾ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒന്നാമത്തെ കാര്യം നിന്റെ മകളെ ഫോൺ മേടിച്ചു കൊടുത്താണ് ഇത്രയും ദോഷം വരാൻ കാരണം പണ്ട് കാലത്തെ സന്ധ്യ കഴിഞ്ഞാൽ കുരിശുവരെയും പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞാൽ ഉടനെ ഫോണും കൊണ്ടല്ല ഇരുന്നത്. നാട്ടിലുള്ള ചർച്ചകൾ മുഴുവൻ സന്ധ്യക്ക് കെട്ടിയവനും കെട്ടിയവനും കൂടെ വീട്ടിലായിരുന്നു. ഇന്നിപ്പോ ഉണ്ടോ? ഇന്നില്ല. ഫോണ് കാരണം ഇന്നില്ല. ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോകും, കുർബാന മുടക്കുകയില്ല. എനിക്ക് മനസ്സിലായി ഒരു കുർബാനയുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. മോളെ വാ മോളെ, മിന്നു പറ്റിപ്പോയി മോളെ. നീ നേരെ നടക്കണേ. ഇനി മോള് പോണെന്ന് പോയി എന്നോട് എന്നാലും ഈ നുണ പറഞ്ഞല്ലോ, ഓൺലൈൻ ക്ലാസ് ആണെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്നോട് എത്ര നുണ പറഞ്ഞു മോളെ. നാളെ സ്കൂളിൽ വരണം, നല്ല മോളായി വളരണം, അമ്മച്ചി പറയുന്നത് കേൾക്കണം, വല്യമ്മച്ചി പറയുന്നത് കേൾക്കണം, എല്ലാവരും നല്ലതായി വളരാനും നല്ല മാതൃക കാണിച്ചു കൊടുക്കാനും ഇടയാക്കണം. ബിന്ദു ഇനി അവളെ കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ നിൽക്കണ്ട. വന്നതൊക്കെ ഒരു തെറ്റായി കണക്കാക്കാതെ ഒരു അബദ്ധം പറ്റിയതായി കണക്കാക്കി അവളെ നല്ലതായി വളർത്താൻ നോക്കുക. എന്റെ ടീച്ചറെ വലിയ ഉപകാരം ടീച്ചർ എന്നെ ഇല്ലെങ്കിൽ അവള് കണ്ടില്ലേ